ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സമാഗമന കൂടാരം എന്ന വിഷയമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സമാഗമന കൂടാരത്തിലെ സ്വർഗീയ സമാഗമന കൂടാരം, ഭൗതികമായ സമാഗമന കൂടാരം, സമാഗമന കൂടാര നിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം, സമാഗമന കൂടാരത്തിൻ്റെ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ, ഒപ്പം തന്നെ സമാഗമന കൂടാര ഉപകരണങ്ങൾ, പിന്നീട് 5 പ്രധാനപ്പെട്ട യാഗങ്ങൾ എന്നിവയെല്ലാം പഠിക്കുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചു. ഇന്നത്തെ ദിവസം നമുക്ക് സമാഗമന കൂടാരത്തിലെ അതിപ്രധാനപ്പെട്ട സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട അതിപ്രധാനപ്പെട്ട 7 ഉത്സവങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആ 7 ഉത്സവങ്ങൾ എങ്ങനെയൊക്കെയാണ് അവിടെ നടത്തിയിരുന്നത്, ആ ഉത്സവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് അറിവുകളാണ് നൽകിത്തരുന്നത്, ഒപ്പം തന്നെ ആ ഉത്സവങ്ങളും പുതിയ നിയമവുമായിട്ട് എന്താണ് ബന്ധം എന്നൊക്കെയും നമുക്ക് പഠിക്കാം, ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, അവിടെ നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം പിതാവേ. സമാഗമന കൂടാരത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ അവിടുന്ന് ഒരു അവസരത്തെ നൽകിയതോർത്ത് സ്തുതിക്കുന്നു പിതാവേ. ഇന്നത്തെ സന്ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കണം. സമാഗമന കൂടാരത്തിൽ നടത്തിയിരുന്ന ഉത്സവങ്ങളെക്കുറിച്ച്, യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ഉത്സവത്തെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് നൽകിത്തരുന്നത്, അതുകൊണ്ട് എന്താണ് ഞങ്ങൾക്ക് ലാഭം, ദൈവമേ അത് എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുന്നതൊക്കെ ഞങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു, ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം കൂടെ ഇരിക്കണം, ബലപ്പെടുത്തണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാഗമന കൂടാരത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അവരുടെ സമാഗമന കൂടാരം അത് എടുത്തു കൊണ്ടുപോകുന്ന ടാബർനാക്കിൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ക്രമപ്പെടുത്തിയത്. പക്ഷേ അവർ കനാൻ ദേശത്ത് എത്തിയതിന് ശേഷം ശീലോവിൽ അത് സ്ഥാപിച്ചു. പക്ഷേങ്കിലും ആ ശീലോവിലായിരുന്നു അതിൻ്റെ ആലയമെന്ന് കാണുവാൻ സാധിക്കുന്നു. ആ ശീലോവിൽ നിന്നും ദാവീദിൻ്റെ സമയമായപ്പോഴത്തേക്കും അത് കൂടാരത്തിലേക്ക്, ദാവീദിൻ്റെ ഒരു കൂടാരത്തിലേക്ക് ദാവീദിൻ്റെ വെക്കപ്പെട്ടു. പിന്നീട് ശലോമോൻ്റെ സമയമായപ്പോഴത്തേന് അതിമനോഹരമായ ഒരു ദൈവാലയം, ആ സമാഗമന കൂടാരത്തിൻ്റെ മറ്റൊരു ദൈവാലയം അവിടെ രൂപപ്പെടാൻ തക്കവണ്ണം തുടങ്ങി. അങ്ങനെ അതിബൃഹത്തായതായ ഏറ്റവും അതിമനോഹരമായ രീതിയിലുള്ള ഒരു ദൈവാലയം പണിയുവാൻ ശലോമോന് സാധിച്ചു. പക്ഷേ അത് ബാബിലോണിയൻകാർ വന്ന് ഇടിച്ച് അതിൻ്റെ എല്ലാ വസ്തുവകളൊക്കെ നഷ്ടപ്പെടുത്തി നശിപ്പിച്ച് ദേവാലയത്തെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് കാണുവാൻ സാധിക്കുന്നു. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന എസ്രായും നഹമ്യാവും കൂടെ ചേർന്ന് അപ്രകാരം ഒരു പുതിയ ദൈവാലയം പണിതുയർത്തുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. പക്ഷേ അതിലാണ് യേശു ക്രിസ്തു കടന്നു വന്നതെന്ന് കാണാൻ സാധിക്കുന്നു. കൂടാതെ തന്നെ അത് AD 70 ഏറ്റവും അത് ആക്രമിക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ യെരുശലേം ദേവാലയം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം ചരിത്രപരമായി നോക്കുമ്പോൾ 3 ദൈവാലയങ്ങൾ നമ്മൾ കാണുവാൻ സാധിക്കും. ഒന്ന് മരുഭൂമിയിലെ ടാബർനാക്കിൾ, പിന്നീട് നമുക്ക് ശലോമോൻ പണിത ദൈവാലയം, പിന്നീട് എസ്രായും നഹമ്യാവും ചേർന്ന് പണിത ദൈവാലയം എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ 3 ദൈവാലയത്തിലും വെച്ചിട്ടുള്ള ഉത്സവങ്ങളെക്കുറിച്ച് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നു. ഉത്സവങ്ങൾ 7 ഉത്സവങ്ങളെക്കുറിച്ച് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. ആ 7 ഉത്സവത്തിനും ഓരോന്നിനും വളരെയധികം പ്രാധാന്യമുള്ള ഇതാണെന്ന് കാണുവാൻ സാധിക്കുന്നു. 7 ഉത്സവത്തിനും
സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല ഒരു ബന്ധം കാണുവാൻ തക്കോണം സാധിക്കും. അതിനു മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതുപോലെ തന്നെ സമാഗമന കൂടാരത്തിൽ സമാഗമന കൂടാരം ഉണ്ടാക്കിയത് 2 വർഷങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് അതിൻ്റെ പശ്ചാത്തലം പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കൊണ്ട് സാധിച്ചു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ പറയുന്നത് 2 വർഷങ്ങൾ കൊണ്ടാണ് സമാഗമന കൂടാരം നിർമ്മിക്കപ്പെട്ടത്. അതുകൂടാതെ സമാഗമന കൂടാരം നിർമ്മിച്ചപ്പോൾ ആ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഒരു കലണ്ടർ, ഒരു ജൂയിഷ് കലണ്ടർ ദൈവം രൂപപ്പെടുത്തി കൊടുത്തു എന്ന് കാണുന്നത് കൊണ്ട് സാധിക്കുന്നു. ആ കലണ്ടർ പ്രകാരം ഋതുക്കൾ മാറി വരുവാൻ വേണ്ടി 12 മാസം വേണം. ചിലപ്പോൾ അത് 13 മാസം എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 13 മാസം എടുത്ത് വേണം ഒരു ഋതുക്കൾ മാറി വരുന്നതിന് വേണ്ടി കാണുന്നതൊക്കെ സാധിക്കുന്നു. വിൻ്റർ, സ്പ്രിങ്, സമ്മർ, ഓട്ടം എന്ന് പറയുന്ന 4 ഋതുക്കൾ മാറി വരുമ്പോഴാണ് ഒരു വർഷം പൂർത്തീകരിക്കുന്നത്. നമുക്ക് അതിൻ്റെ സമാഗമന കൂടാരത്തിനുള്ള പശ്ചാത്തലം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നോക്കണം സാധിച്ചു. അപ്പോൾ ആ ഒരു 12-13 ഉള്ള മാസങ്ങൾ അതിനെ ഒരു വർഷമായി നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ ഇസ്രായേലെ സംബന്ധിച്ച്, യഹൂദന്മാരെ സംബന്ധിച്ച് ആ 12 മാസങ്ങളാണ് പൂർണ്ണമായും നമ്മൾ കണക്കാക്കുന്നത്. ആ 12 മാസത്തിൻ്റെ പേരുകൾ നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഓരോ ഉത്സവങ്ങൾക്ക് പോകാം. കാരണം ഓരോ ഉത്സവങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ആ മാസത്തിൽ എങ്ങനെയൊക്കെയാണ് ആ ഉത്സവം കടന്നു വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആ മാസം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉത്സവങ്ങളെ നമുക്ക് പഠിക്കാൻ തൊക്കെ സാധിക്കും. ഒന്നാമതായിട്ട് നീസാൻ മാസം എന്ന് വിളിക്കും. നീസാൻ മാസം അല്ലെങ്കിൽ ആബീബ് എന്ന് പറയുന്ന മാസം. ആബീബ് 1-ാം മാസമാണ് ആബീബ് മാസം എന്ന് കാണാൻ സാധിക്കുന്നു. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ, ഇന്ത്യയുമായി നോക്കുമ്പോൾ മാർച്ച് മാസവും ഏപ്രിൽ മാസത്തിൻ്റെയും ഇടയിലാണ് ഈ പറയപ്പെടുന്ന 1-ാം മാസമായിട്ടുള്ള ആബീബ് മാസം കടന്നു വരുന്നത് കാണാൻ തൊക്കണം സാധിക്കുന്നു. രണ്ടാമതായിട്ട് ഇയാർ എന്ന് പറയുന്ന മാസം, അതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, സീവ് എന്ന് പറയുന്ന മാസമുണ്ട്. സീവ്. അപ്പോൾ ആബീബ് മാസമുണ്ട്. രണ്ടാമതായി ഇയാർ എന്ന് പറയുന്ന മാസം, അതിന് മറ്റൊരു പേരാണ് സീവ് എന്ന് പറയുന്നത്. അത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ഏപ്രിൽ മെയ് മാസങ്ങളുടെ ഇടയിലാണ് ഈ പറയപ്പെടുന്ന ഇയാർ അല്ലെങ്കിൽ സീവ് എന്ന് പറയുന്ന മാസം കടന്നു വരുന്നത്. പിന്നെ മൂന്നാമതായിട്ട് സീവാൻ എന്നുള്ള മാസമാണ്. മൂന്നാമത്തെ മാസത്തിൻ്റെ പേരാണ് സീവാൻ എന്നത്. മെയ് ജൂൺ കാലഘട്ടത്തിൽ മെയ് ജൂണിൻ്റെ ഇടയിൽ വരുന്ന മാസമാണ് ഈ പറയുന്ന സീവാൻ മാസമെന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നാലാമത്തെ മാസമാണ് തമ്മൂസ് എന്ന് പറയുന്ന മാസം. തമ്മൂസ് എന്ന് പറയുന്ന മാസമാണ് നാലാമത്തെ മാസം. അത് ജൂൺ ജൂലൈ ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് കാണാൻ തൊക്കെ സാധിക്കുന്നു. അഞ്ചാമതായാണ് ആബ് എന്ന് പറയുന്ന മാസം വരുന്നത്. അഞ്ചാമതായിട്ട് ആബ് എന്ന് പറയുന്ന മാസം വരുന്നു. ജൂലൈ ആഗസ്റ്റ് മാസത്തിൻ്റെ ഇടയിലാണ് ഈ പറയപ്പെടുന്ന ആബ് എന്ന് പറയുന്ന മാസം വരുന്നത്. ആറാമത്തെ മാസം ഏലൂൽ എന്ന് പറയുന്ന മാസമാണ്. ഏലൂൽ, ആറാമത്തെ മാസത്തിൻ്റെ പേരാണ് ഏലൂൽ എന്ന് പറയുന്ന മാസം. ഇത് പലപ്പോഴും ബൈബിളിൽ 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം, 4-ാം മാസം, 5-ാം മാസം, 6-ാം മാസം, 7-ാം മാസം അങ്ങനെ പേരുകളാണ് അറിയപ്പെടുന്നത്. എന്നാൽ ചില സമയത്ത് 6-ാം മാസം ഏലൂൽ എന്ന് പറയുന്ന നമുക്ക് കാണാൻ തൊക്കെ സാധിക്കുന്നു. ഇവിടെ പറയുന്നു, നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, ഇങ്ങനെ മതിൽ 52 ദിവസം പണിതു, ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഇവിടെ ഏലൂൽ മാസം എന്ന് പറയുന്നുണ്ട് അല്ലേ. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ മതിൽ 52 ദിവസം പണിതു, ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു എന്ന് പറയും. നമുക്കൊരു പക്ഷേ ആ വചനങ്ങളോട് വായിച്ച് നമുക്ക് കടന്നു പോകാം. ഇവിടെ നമുക്ക് ഒന്നാമതായിട്ട് കാണാൻ സാധിക്കുന്നത് നീസാൻ മാസമാണ്. അത് കാണാൻ സാധിക്കുന്നത് നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, അർത്തസഷ്ടാ രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന് മുമ്പാകെ ഇരുന്നു. അപ്പോൾ ഇവിടെ നീസാൻ മാസം എന്ന് കാണാൻ സാധിക്കുന്നു. 2 ഇയാർ എന്ന് പറയുന്ന മാസമാണ്. അത് 1 രാജാക്കന്മാർ 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 480-ാം സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോൻ്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ സീവ്
അപ്പോൾ 2-ാം മാസം സീവാണെന്ന് ഇവിടെ കാണാൻ കൊണ്ട് സാധിക്കുന്നു. മൂന്നാമതായിട്ട് സീവാൻ മാസം, എസ്തേറിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അങ്ങനെ സീവാൻ മാസമായ 3-ാം മാസം കണ്ടോ. അപ്പോൾ സീവ് എന്ന് പറയുന്നത് 3-ാം മാസമാണെന്ന് അവിടെ വ്യക്തമാക്കി തരുന്നു. 4-ാം മാസം തമ്പൂസാണ്, 5-ാമത്തെ മാസം ആബാണ്, 6-ാമത്തെ മാസം ഏലൂലാണ്. ഇങ്ങനെ 7-ാം മാസമാണ് തിസ്രി മാസം. തിസ്രി എന്ന് പറയുന്നത് 7-ാം മാസമാണെന്ന് കാണുവാൻ നോക്കണം സാധിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇസ്രായേൽ പുരുഷന്മാർ ഒക്കെയും 7-ാം മാസമായ എഥാനി മാസത്തിലെ ഉത്സവത്തിൽ, എഥാനി എന്ന് പറയുന്നത് സീവിൻ്റെ മറ്റൊരു പേരാണെന്ന് കാണുവാൻ തൊക്കണം സാധിക്കുന്നു. 8-ാമത്തെ മാസം എന്ന് പറയുന്നത് മർക്കഷുവാൻ എന്ന് പറയുന്ന ബൂൽ എന്ന് പറയുന്ന മാസമാണ് നമുക്ക് കാണാൻ തൊക്കണം സാധിക്കുന്നു. അത് ഒക്ടോബർ നവംബർ മാസങ്ങളുടെ ഇടവേളയിൽ വരുന്നതാണെന്ന് കാണുവാൻ തൊക്കണം സാധിക്കുന്നു. 9-ാമത്തെ മാസമാണ് കിസ്ലേവ് എന്ന് പറയുന്ന മാസം. കിസ്ലേവ് എന്ന് പറയുന്ന മാസം 9-ാമത്തെ മാസമാണ്. നവംബർ ഡിസംബർ മാസങ്ങളാണ്, അതിൻ്റെ ഇടയിലാണ് അത് വരുന്നത് കാണുവാൻ തൊക്കണം സാധിക്കുന്നു. 10-ാമതായിട്ട് തേബത്ത് എന്ന് പറയുന്ന മാസമാണ്. അത് ഡിസംബർ ജനുവരി മാസങ്ങളാണ് വരുന്നതെന്ന് കാണാൻ തൊക്കണം സാധിക്കുന്നു. അങ്ങനെ 11-ാമതായിട്ട് ഷെബാത്ത് എന്ന് പറയുന്ന മാസമാണ്. ഷെബാത്ത് എന്ന് പറയുന്ന മാസം ജനുവരി ഫെബ്രുവരി മാസങ്ങൾ വരുന്നു. പിന്നീട് 12-ാമത്തെ മാസമാണ് ആധാർ എന്ന് പറയുന്ന മാസം. അപ്പോൾ അപ്രകാരം 12 മാസങ്ങളെ നമുക്ക് കാണുവാൻ തൊക്കണം സാധിക്കുന്നു. അങ്ങനെ 12 മാസങ്ങളിൽ ആണ് ഈ പറയപ്പെടുന്ന 7 ഉത്സവങ്ങളെ നമുക്ക് കാണുവാൻ തൊക്കണം സാധിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഉത്സവങ്ങളിലേക്ക് കടന്നു പോകാം. അപ്പോൾ മാസങ്ങൾ നമ്മൾ പഠിച്ചു, ആ മാസത്തിൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് യഹൂദന്മാർക്ക് ഒരു കലണ്ടർ രൂപപ്പെട്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ കലണ്ടർ പ്രകാരമാണ് ഓരോ ഉത്സവങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 4 ഋതുക്കൾ മാറി വരുമ്പോഴാണ് ഒരു വർഷം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ അതിന് 12 മാസങ്ങളുണ്ട്. ചില വർഷത്തിൽ 13 മാസവും ഉണ്ടാകും. കാരണം ഋതുക്കൾ ചിലപ്പോൾ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഭൂമിയുടെ കറക്കം വരുമ്പോൾ ആ ഒരു സൗര കലണ്ടറുമായിട്ട് യോജിക്കണമെങ്കിൽ 3 വർഷങ്ങൾ കൂടുമ്പോൾ ചിലപ്പോൾ 13-ാമതൊരു മാസം കൂടെ വേണ്ടി വരും. എന്നിരുന്നാലും യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് അവർ ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ് അവർ കലണ്ടർ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണുവാൻ തക്കോണം സാധിക്കും. ഇനി നമുക്ക് ഉത്സവങ്ങളിലേക്ക് കടന്നു പോകാം. 1-ാമത്തെ അവരുടെ ഉത്സവമാണ് പെസഹ എന്ന് പറയുന്നത്. പെസഹ പെരുന്നാളാണ് അവരുടെ 1-ാമത്തെ ഉത്സവം എന്ന് കാണുവാൻ തക്കോണം സാധിക്കും. പെസഹ അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1 ദിവസമാണെന്ന് കാണുവാൻ തക്കോണം സാധിക്കും. പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത് അതിൻ്റെ 1 ദിവസമാണ്. പെസഹ പെരുന്നാളിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 1 ദിവസമാണെന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നു. പെസഹ പെരുന്നാൾ 1 ദിവസത്തിലാണ് നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്നത്. മിസ്രൈമിലെ കടിഞ്ഞൂലിൻ്റെ സംഹാരത്തിൽ നിന്നും ദൈവം വിടുവിച്ചതിൻ്റെ ഫലമായി ഇസ്രായേൽ മക്കൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു ഉത്സവമാണ് പെസഹ എന്ന് പറയുന്നത്. പെസഹ എന്ന് പറയുന്നത് 1 ദിവസമാണ്. അത് അല്ലെങ്കിൽ 1-ാം മാസം ആബിയു മാസം 14-ാം തീയതിയാണ് നമുക്ക് പെസഹയെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. പെസഹ ആബിയു മാസം 14-ാം തീയതിയാണ് നമുക്ക് പെസഹയെ കാണാൻ തക്കോണം സാധിക്കുന്നു. 2-ാമത്തെ ഉത്സവമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. 7 ദിവസമാണ് ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അവർ ആചരിക്കുന്നത്. പുളിപ്പില്ലാത്ത 7 ദിവസമാണ് നമുക്കതിനെ കാണുവാൻ തക്കോണം സാധിക്കുന്നത്. പിന്നെ 3-ാമത്തെ ഉത്സവമാണ് ആദ്യഫല പെരുന്നാൾ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നു. 4-ാമതായി നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത് പെന്തക്കോസ്ത് പെരുന്നാൾ. ആദ്യഫല പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം 50 ദിവസം കഴിയുമ്പോൾ നമുക്ക് പെന്തക്കോസ്ത് പെരുന്നാൾ നമുക്ക് കാണാൻ തക്കോണം സാധിക്കും. പിന്നീട് കാഹളധ്വനി പെരുന്നാൾ 5-ാമതായി കാണാൻ തക്കോണം സാധിക്കുന്നതാണ് കാഹളധ്വനി പെരുന്നാൾ. 6-ാമതായിട്ട് മഹാപാപപരിഹാര പെരുന്നാൾ. 7-ാമതായിട്ട് കൂടാര പെരുന്നാൾ എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ 7 ഉത്സവങ്ങളാണ് അവർക്കുള്ളത്. നമുക്ക് ഇനി ഒന്നൊന്നായി നമുക്ക് ഓരോ ഉത്സവങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാം. പെസഹ എന്ന് പറയുന്നത് അവരെന്നാണ് ആഘോഷിച്ചതെന്ന് നമുക്ക് നോക്കുമ്പോൾ മിസ്രൈമിലെ കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്നും ഇസ്രായേലിൻ്റെ ആദിജാതന്മാരൊക്കെയും
വിടുവിക്കുകയും എബ്രായ ജനതയെ മിസ്രൈം അടിമത്തിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്തു? അവരാദ്യമായിട്ട് ഈ പറയപ്പെടുന്ന പെസഹ പെരുന്നാൾ ആഘോഷിച്ചിരുന്നു എന്ന് കാണുവാൻ തൊക്കെ സാധിക്കും. ദൈവിക വിടുതലിൻ്റെ ഓർമ്മയായിട്ട്. ഒപ്പം തന്നെ ദൈവം നമ്മെ വിടുവിച്ചു എന്നതിൻ്റെ ഓർമ്മയായിട്ട്, പാപത്തിൻ്റെ ഫലത്തിൽ നിന്നും ആ സംഹാരദൂതൻ്റെ പിടിയിൽ നിന്നും ദൈവം നമ്മെ വിടുവിച്ചതിൻ്റെ ഫലമായി നാം അല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു ഉത്സവമാണ് പെസഹ എന്ന് പറയുന്നത്. പ്രിയ മക്കളെ, ആ പെസഹ പെരുന്നാൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യാഗമായി തീർന്നു എന്നതിൻ്റെ ആ പെസഹയാണെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. ആ പെസഹ പെരുന്നാൾ നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തിരുവത്താഴമായി, ദൈവത്തിൻ്റെ അത്താഴമായി നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ പെസഹ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞുപോയി കടന്നുപോക്ക്, പാപത്തിൽ നിന്ന് നമ്മെ മനുഷ്യനെ ദൈവം വിടുവിച്ചു എന്നതിൻ്റെ ഓർമ്മയ്ക്കായി മനുഷ്യൻ ചെയ്തു വന്ന ആ ഒരു ഉത്സവമാണ് ഈ പറയപ്പെടുന്ന പെസഹ പെരുന്നാളെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. പെസഹ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണമാണ് അവിടെ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ മരിക്കുന്നു. ആ മരിച്ചതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ വിടുതൽ നൽകി തന്നിരിക്കുന്നു എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. അതാണ് ഈ പറയപ്പെടുന്ന അല്ലെങ്കിൽ പെസഹ എന്ന് കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ് നടക്കുന്നത്. മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ പഴയ അടിമ ജീവിതത്തിൽ നിന്നും ഒരു പുതിയ ജനത്തിലേക്ക് മാറുക. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളൊക്കെയും മാറ്റി തന്ന്, ഒപ്പം തന്നെ നമുക്കൊരു പുതിയ മനുഷ്യനായി തീരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നമുക്കൊരു പുതിയ ഒരു ഉണർവിലേക്ക് വരുമ്പോൾ യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിലാണ് വാസ്തവത്തിൽ ഈ പറയപ്പെടുന്ന ഈ മിസ്രൈമിലെ പുറപ്പാടുമായി ബന്ധപ്പെട്ടാണ് ഈ പറയപ്പെടുന്ന നമുക്ക് ആ അപ്പത്തിൻ്റെ 7 ദിവസമാണ് അതിൻ്റെ ആഘോഷം എന്ന് പറയുന്നത്. 7 ദിവസം. അപ്പോൾ ഇത് ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മരണത്തിൻ്റെ 7 ദിവസത്തെ തിക്ത അനുഭവ പീഡന യാതനയുടെ സമയമാണെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ആ അല്ലെങ്കിൽ വെള്ളിയാഴ്ച യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ രക്തം ചൊരിയപ്പെട്ടതായിട്ടുള്ള, നമുക്ക് വേണ്ടി ആ വെള്ളിയാഴ്ചയിൽ നുറുക്കപ്പെട്ടതായിട്ടുള്ള യേശുവിൻ്റെ ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ യേശു മരിച്ച് അതിനുശേഷം നമ്മൾ കർത്താവായ യേശു ക്രിസ്തു രക്തത്തിൽ വിശ്വസിച്ചായിരിക്കുമ്പോൾ ആ ഒരു സമയത്ത് ആണ് ആ ഒരു പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി മരിക്കുന്നു, ഒപ്പം തന്നെ യേശു നമുക്ക് വേണ്ടി കല്ലറയിലായിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ആ 7 ദിവസക്കാലം അതാണ് പെസഹയും ഒപ്പം തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, കല്ലറയിലായിരിക്കുന്നു എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. അങ്ങനെയാണ് ആ 2 ഉത്സവങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് മൂന്നാമത്തെ ഉത്സവമാണ് ആദ്യഫല പെരുന്നാൾ. അത് 1 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യഫല പെരുന്നാൾ എന്ന് പറയുന്നത് 1 ദിവസം മാത്രമാണ്. ആദ്യഫലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ 1 ദിവസം യവം കൊയ്യുന്നതിൻ്റെ ആരംഭമായിട്ട് ആ ഒരൊറ്റ ദിവസം ആരാധിക്കുന്ന അല്ലെങ്കിൽ ഉത്സവം കൊണ്ടാടുന്നതാണ് ഈ പറയപ്പെടുന്ന ഉത്സവം എന്ന് പറയുന്നത്. എന്താണ് ആദ്യഫല പെരുന്നാൾ. അത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് യവക്കൊയ്ത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരംഭത്തിൽ നടത്തുന്ന ആദ്യഫല പെരുന്നാളെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച അതിരാവിലെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു? ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ ആ ഉയർപ്പിൻ ഞായറാഴ്ചയാണ് വാസ്തവത്തിൽ ആ ഒരു ഉത്സവം നടക്കുന്നത് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അതാണ് ഉയർപ്പിൻ്റെ ആ ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പെസഹ എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു മരിച്ചതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. പിന്നീട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അവൻ്റെ യാതനയുടെ ഫലമായി നമുക്ക്
പുളിപ്പില്ലാത്ത അപ്പം ആ പാപത്തിൻ്റെതായിട്ടുള്ള ആ കുഴിച്ചിടുന്ന അവസ്ഥയാണ്. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടായിരിക്കുന്ന അവസ്ഥ, ലോകമെമ്പാടും ദുഃഖത്തിലായിരിക്കുന്ന അവസ്ഥ, അതാണ് ഈ പറയപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. പിന്നീട് ആദ്യഫല പെരുന്നാൾ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതാണ് നമുക്ക് ആദ്യഫല പെരുന്നാളിനെ കുറിച്ച് കാണാൻ നോക്കാൻ സാധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അപ്പം നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് ഫലമായി കർത്താവായ യേശുക്രിസ്തു മരിച്ചു. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും കുഴിച്ചിടപ്പെട്ടുകൊണ്ട് ലോകത്തെ എല്ലാ പാപങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൽ മാറ്റിക്കൊണ്ട് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്താണ് മൂന്നാം നാൾ? ആ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ അല്ലെങ്കിൽ പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, അതിനുശേഷം മൂന്നാമത്തെ ഉത്സവമായ ആദ്യഫല പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു മരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു യാതന അനുഭവിക്കുന്നു, ഒപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നു. യാതന അനുഭവിക്കുന്നു, യേശുക്രിസ്തു മരിക്കുന്നു, യേശുക്രിസ്തു നിന്നു ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പം പെസഹ, ഒപ്പം തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ഒപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നു. ആദ്യ ഫലമായി ഉയർത്തെഴുന്നേൽക്കുന്നു കാണുന്നതൊക്കെ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ 3 ഉത്സവങ്ങൾ, ആ 7 ഉത്സവങ്ങളിലെ 3 ഉത്സവത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ആ 3 ഉത്സവത്തെ യഹൂദന്മാർ അല്ലെങ്കിൽ ആഘോഷിച്ചു കൊണ്ടിരുന്നത്? അവർക്ക് വേണ്ടി കടന്നു വരാവുന്ന അല്ലെങ്കിൽ അവരുടെ ആ മശിഹ മരിക്കുമെന്നും, ഒപ്പം തന്നെ ആ മരിച്ച അത് മശിഹ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇതൊന്നും അവർക്ക് മനസ്സിലായില്ല. അവരെന്തിനു വേണ്ടിയാണ് ആരാധിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അവർ ഉത്സവങ്ങൾ കൊണ്ടാടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉത്സവത്തിൻ്റെ പ്രാധാന്യം എന്തെന്നും അവർക്ക് മനസ്സിലാകാതെ പോയി എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ പുതിയ നിയമ വിശ്വാസികളായി നമുക്ക് ഓരോരുത്തർക്കും ആ നിഴലുകളായിരുന്ന ആ പറയുന്ന യാഗകർമാദികളും ഉത്സവങ്ങളൊക്കെയും അതൊക്കെയും മാറ്റപ്പെട്ടപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് എത്ര അർത്ഥവത്തായാണ് സമാഗമന കൂടാരത്തെ ദൈവം ക്രമപ്പെടുത്തി വച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു മരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞാൽ പെസഹയും, ഒപ്പം തന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും, ഒപ്പം തന്നെ ആദ്യ ഫലമായി കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്ന ഫലമായിട്ടാണ് ആ 3 ഉത്സവങ്ങളെ കൊണ്ടാടിയിരുന്നത്. നമുക്കിവിടെ ക്ലാസ് ഇവിടുത്തെ ഇന്നത്തെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ എല്ലാവരും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിപ്പാൻ, ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാൻ കൊണ്ട് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. 3 ഉത്സവങ്ങൾ പഠിക്കുവാൻ കൊണ്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ദൈവമേ, ഞങ്ങൾ കൂടാര പെരുന്നാളൊക്കെയും പഠിക്കാനുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിപ്പം ഞങ്ങളെ സഹായിക്കണമേ പിതാവേ. മാനവമഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം നീ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.